ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ചിലോട്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും, നമ്മുടെ ചാനൽ വഴി ഈ ചാലഞ്ച് കാണുന്നവർക്കും ഈ ചാലഞ്ച് ചെയ്യുന്നവർക്കും ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ആദ്യമേ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിസീബ, മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ചാണ്. നിങ്ങൾ ഇന്ന് ഈ ഒരു ചലഞ്ചിൽ കൂടി പഠിക്കാൻ പോകുന്നത് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാനും വീഡിയോ മേക്കിങ്ങിനും അതുപോലെ ഇൻകം ഏർണിംഗ് സർക്കിളിലേക്കുമാണ് നിങ്ങൾ ഇതാ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വലത് കൈ എടുത്ത് ഷോൾഡറിൽ തട്ടിയിട്ട് ഉച്ചത്തിൽ പറയാ വെൽഡൺ, എന്നിട്ട് നിങ്ങളുടെ പേര് ഇപ്പൊ ഞാൻ പറയാണ് വെൽഡൺ നിസീബ, വെൽഡൺ നിസീബ. കാരണം നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൺഗ്രാജ് ചെയ്യുക. വെൽഡൺ, വെൽഡൺ, വെൽഡൺ നിസീബ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയുക. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളെ ചെയ്യുന്നതിന് കാണാൻ പറ്റുന്നുണ്ട്. അതേധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഒരു ബിഗ് പ്രോമിസ് തരുന്നുണ്ട്. എത്ര പേർക്ക് ആ ഒരു ബിഗ് പ്രോമിസ് എന്താണെന്ന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 100 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസ് ഉണ്ട്. നിങ്ങളുടെ വീഡിയോ മാർക്കറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും ആദ്യത്തെ 100 കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അതിൽ നിന്ന് ഏർണിങ്സ് തുടങ്ങാനും പൂർണ്ണമായും കഴിയുന്ന നിലയിലേക്ക് ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഈ ചലഞ്ച് ചെയ്യാനായിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആണ്? അങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളവർ കമന്റിൽ EX എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ താങ്ക് യു എനിക്ക് പറയണമെന്നുണ്ട്. സോ ആദ്യമായി എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സ്കില്ല്, അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും ക്യാമറ ഫിയർ റിമൂവ് ചെയ്യാനും മൈൻഡ് സെറ്റിന്റെ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചിരുന്ന എന്റെ മെന്ററായിട്ടുള്ള വിൽ സാറിനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അദ്ദേഹം നൽകിയ ക്ലാരിറ്റിയും ടെക്നിക്സുമാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ ഇത്രയും സക്സസിലോട്ട് എത്താൻ കഴിഞ്ഞത്. വൺസ് അഗൈൻ താങ്ക് യു സർ. സോ ഇനി നമ്മൾ പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക്, പുതിയൊരു കോൺഫിഡൻസിലേക്ക്, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പാതയിലോട്ട് പോകാൻ പോവുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോവുകയാണ്. എത്ര പേർ റെഡിയാണ്? ആ റെഡി ആയിട്ടുള്ളവരെല്ലാം RD എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഒരു ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒന്നൊരു പ്രിപ്പറേഷൻ ചെയ്യണം, അല്ലെ? ഒരു വാമപ്പ് ചെയ്യുക, അല്ലെ? സോ പെട്ടെന്ന് ഒരു ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലേ. നമ്മളൊരു ചായ മേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ആ ഒരു ചായ മേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ചായക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അടുക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണോ ഇതിനകത്ത് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മളിന്ന് നോക്കാനായിട്ട് പോവാണ്. സോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ആണിത്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. റെഡിയാണ് കേൾക്കാൻ? താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ ഒരു സെൽഫ് ഡെവലപ്മെന്റിനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഈ ചലഞ്ച് ഡെയിലി ഈസി ആയി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ എല്ലാവരും കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ബിഗിൻ. സോ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്, നമുക്കൊരു നോട്ട് വാങ്ങിക്കുക. ഇതുപോലെ ഒരു വലിയ സൈസ് നോട്ട് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് A4 സൈസ് പേപ്പർ, ഒരു 100-150 പേപ്പർ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാം. അതായത് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ചലഞ്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഒരു സ്പൈറലിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പെൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആവശ്യമാണ്. സോ ഇതെല്ലാം നിങ്ങളുടെ കീപ്പ് ചെയ്ത് വെക്കുക. സോ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു പെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക. കാരണം അത് കിട്ടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതി നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളത് എടുക്കുക. എടുത്തു വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുക. ഓക്കെ, വെൽ ഡൺ. നിങ്ങളിപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട്, ബുക്കുണ്ട്, മൊബൈൽ ഫോണ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ഞാൻ ഒരു 4 സ്റ്റെപ്പിൽ കൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഞാൻ എന്താണോ തരുന്ന ഇൻസ്ട്രക്ഷൻസ് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആദ്യം സ്റ്റെപ്പ് 1 സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് ആണ് ചെയ്യാൻ. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഇതാ എഴുതാൻ പോവുക. ആ സ്ക്രിപ്റ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ ടെംപ്ലേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ടെംപ്ലേറ്റിനകത്ത് 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്രയും മാത്രം നിങ്ങൾ നിങ്ങളുടെ നോട്ടിലോട്ട് എഴുതുക. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സല്യൂട്ടേഷൻസ് ഉണ്ട്, ഹലോ എന്നോ ഹായ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി എഴുതാം. അപ്പൊ ഞാൻ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്: ഹലോ മൈ ഡിയേഴ്സ്, എന്റെ പേര് നിസീബ, എന്റെ സ്ഥലം ട്രിവാൻഡ്രം, എന്റെ പ്രൊഫഷൻ മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. സിനഫ്, ഇതിന് മതി, വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, വെൽ ഡൺ, വെൽ ഡൺ. സോ ഇത് എഴുതിയതിനു ശേഷം നിങ്ങളുടെ നോട്ടിൽ ആ ഒരു ലൈൻസ്, ഒരു 3 ലൈൻസ് എഴുതിയതിനു ശേഷം താഴെയായിട്ട് നിങ്ങൾ എഴുതുക: താങ്ക് യു, ഐ ഫിനിഷ്ഡ് മൈ ഡേ 1 വീഡിയോ സ്ക്രിപ്റ്റിംഗ്. ആദ്യത്തെ ഡേ 1ന്റെ വീഡിയോ സ്ക്രിപ്റ്റിംഗ് ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതുക. മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും താങ്ക് യു നിങ്ങൾ കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, ഓക്കെ, സ്റ്റെപ്പ് 1 ക്ലിയർ ആയി. എത്ര പേർക്ക് സ്റ്റെപ്പ് 1 ഫോളോ ചെയ്യാൻ പറ്റി? ഓക്കെ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, സൂപ്പർ. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് 2 പോവാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫിയർ റിമൂവൽ. നമുക്കറിയാമല്ലേ, ഇപ്പൊ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പം ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ എപ്പോഴും എഴുതുന്നത് കൊണ്ട് നിങ്ങൾ അതിനകത്ത് ഓക്കെയാണ്. എന്നാൽ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണോ എന്നുള്ളൊരു ഫിയർ നിങ്ങളുടെ മനസ്സിനകത്ത് വരെയാണ്. ഇപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, എത്ര പേർക്ക് ഫിയർ തോന്നിയിട്ടുള്ളവരൊക്കെ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, സൂപ്പർ സൂപ്പർ. നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഓക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഫിയർ. പേടിക്കണ്ട, അതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രഹസ്യ മന്ത്രം പറഞ്ഞു തന്നാലോ? നിങ്ങളുടെ നോട്ട് എഴുതുക, എന്നിട്ട് നോട്ടിനകത്ത് അഫർമേഷൻ എന്ന ഹെഡിങ് കൊടുക്കുക, വീഡിയോ അഫർമേഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുക: എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. നെക്സ്റ്റ് ലൈനില് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു. മൂന്നാമത്തെ ലൈനിൽ എഴുതുക: എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം: എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു, എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി. ഓക്കെ, എഴുതി കഴിഞ്ഞ ഒരു ഫിനിഷ് എന്ന് ടൈപ്പ് ചെയ്യുക, എഫ്. ഓക്കെ, സൂപ്പർ. സോ ഇനി നിങ്ങൾ കണ്ണടയ്ക്കോ കണ്ണ് താഴോട്ട് നോക്കിയോ, കണ്ണടയ്ക്കാതിരുന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്. ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ വരികയാണെങ്കിൽ ചിന്തകൾക്ക് ഒരു സ്റ്റോപ്പ് പറയുക. ഞാൻ ഈ ഒരു അഫർമേഷൻ പറയുകയാണ്, ചിന്തകൾക്ക് ഞാൻ സ്റ്റോപ്പ് പറഞ്ഞു. നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ട് ഈ അഫർമേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഉച്ചത്തിൽ പറയുക: എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു, എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. അഗെയിൻ വൺസ് മോർ. യെസ്, എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു, എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. അഗെയിൻ വൺ ടൈം. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇൻകം കൂടുന്നു, എനിക്ക് വീഡിയോ വഴി എന്റെ ഇൻകം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഇപ്പോൾ വളരെയധികം ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എത്ര പേർക്ക് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും അതുപോലെ കോൺഫിഡൻസ് കൂടുകയും ചെയ്തു? എങ്കിൽ സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. യെസ്,
താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സൂപ്പർ സൂപ്പർ. സോ ഇനി നിങ്ങളുടെ ക്യാമറ എടുക്കുക, മൊബൈൽ ക്യാമറ ഓൺ ചെയ്യുക, ലെൻസിന് നേരെ പിടിക്കുക, ലൈറ്റ് നന്നായിട്ട് വരുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വെക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കാണാതെയോ നിങ്ങൾ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്യുക. ഓക്കെ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ നോക്കണ്ട, പെർഫെക്ഷൻ അവിടെ വിട്ടേക്ക്. നിങ്ങളുടെ ആക്ഷൻ മാത്രം മതി. നിങ്ങൾ ആക്ഷൻ ആണ് എടുക്കുന്നത്, പെർഫെക്ഷൻ ബാക്കിലോട്ട് വന്നോളൂ. നിങ്ങൾ പിന്നാലെ പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, വെൽ ഡൺ. സോ എത്ര പേര് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു? വീഡിയോ ഷൂട്ട് ചെയ്തവര് ഡൺ എന്ന് ഇടുക. ഓക്കെ, വെൽ ഡൺ, വെൽ ഡൺ. സോ നമ്മുടെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം നിങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആണ്. നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്ക് വീണ്ടും എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഡേ 1ല് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി അഫർമേഷൻ എഴുതിന്റെ താഴെയായിട്ട് എഴുതുക, താങ്ക് യു, ഞാൻ എൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ സ്ക്രിപ്റ്റിങ്ങും വീഡിയോ ഷൂട്ടും ഫിനിഷ് ചെയ്തിരിക്കുന്നു. മൈ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ഇസ് ഡൺ. ഡേ 1 ഷൂട്ടിംഗ് ചലഞ്ച് ഫിനിഷ്ഡ്. കംപ്ലീറ്റഡ് എന്ന് എഴുതുക. താങ്ക് യു. ഞാൻ ആദ്യത്തെ ദിവസത്തെ വീഡിയോ സ്ക്രിപ്റ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് 3 വരെ ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് 4. ഞാൻ ആദ്യമേ പറഞ്ഞ 5 മിനിറ്റ് മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് 5 മിനിറ്റ് മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ചലഞ്ച് കാണുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇനി സ്റ്റെപ്പ് 4നകത്ത് നമുക്കൊരു പ്രൂഫ് ഓഫ് ആക്ഷൻ ആണ്. അത് നിങ്ങൾ നോട്ടിൽ എഴുതിയതിനെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അല്ല, അതുപോലെ എടുത്ത വീഡിയോയും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലോട്ട് എത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ ഡേ 1 ഡൺ എന്ന് എഴുതാം. അത് കൂട്ടത്തിൽ തന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തതെന്നും ഒരു 1 വേർഡ് നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം എക്സൈറ്റ്മെന്റ് ആണോ, അത് കോൺഫിഡൻസ് കൂടിയോ, ഫിയർ മാറിയോ, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് ഷെയർ ചെയ്യാം. ഓക്കെ. സോ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ അഫർമേഷൻ മൈൻഡ്ഫുള്ളോട് കൂടി 3 പ്രാവശ്യം പറയുക. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടേണ്ടത് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് കോൺഫിഡൻസ് കൂട്ടേണ്ട ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. സോ നമുക്ക് ഡേ 2ൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. ടേക്ക് ആക്ഷൻ, നോട്ട് പെർഫെക്ഷൻ. സോ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ നമുക്ക് ഡേ 2ൽ വെച്ച് കണ്ടുമുട്ടാം. ഡേ 2ൽ വീണ്ടും സൂപ്പർ അമേസിംഗ് ആയിട്ടുള്ള ചലഞ്ചുമായിട്ട് നമ്മൾ കാണുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 99 ഡേയ്സ് മാത്രമാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ചലഞ്ചിങ് കോൺവെർസേഷനിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഡേ 2ൽ വെച്ച് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.